സംഗീതം പെയ്തിറങ്ങുന്ന ഈ വിരൽത്തുമ്പുകളിൽ വിരിയുന്നത് ഒരു വലിയ വിസ്മയമാണ്. പാങ്ങോട് RV പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ്സുകാരി അനാമിക. ഈ കൊച്ചുമിടുക്കിയുടെ വയലിൽ നിന്നും ഒഴുകിയെത്തുന്ന ഓരോ സ്വരവും നമ്മുടെ മനസ്സിനെ തൊട്ടുണർത്തുന്നു. ഈ പ്രായത്തിൽ തന്നെ ഇത്രയും മനോഹരമായി വയലിൻ വായിക്കുന്ന അനാമികയ്ക്ക് സംഗീതയാത്രയിൽ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വയലിനിസ്റ്റാണ് ബാലഭാസ്കർ അങ്കിൾ. ഞാൻ എപ്പോഴും ബാലഭാസ്കർ അങ്കിളുടെ കുറെ വയലിൻ കേൾക്കാറുണ്ട്. ബാലഭാസ്കർ എന്ന വിസ്മയം ബാക്കി വെച്ചു പോയ സംഗീത താളങ്ങളെ നെഞ്ചിലേറ്റുന്ന ഒരു കൊച്ചുമിടുക്കി. പാങ്ങോട് RV സ്കൂളിലെ 6ാം ക്ലാസ്സുകാരി അനാമികയ്ക്ക് ബാലഭാസ്കർ വെറും ഒരു വയലിനിസ്റ്റ് അല്ല, ഒരു വലിയ വികാരമാണ്. പ്രിയപ്പെട്ട ബാലു അങ്കിളിനോടുള്ള ആ വലിയ ഇഷ്ടം അനാമികയുടെ വയലിനിലൂടെ നമുക്ക് കേൾക്കാം. മൊബൈലിൽ കേട്ടു തുടങ്ങിയ വയലിൻ സംഗീതത്തോടായിരുന്നു ആ കുഞ്ഞു മനസ്സിന് ഏറ്റവും പ്രിയം. വിരലുകൾ കൊണ്ട് തന്ത്രികളിൽ വിസ്മയം തീർക്കുന്ന ആ താളങ്ങൾ കേട്ട് അനാമിക ഇരിക്കുമായിരുന്നു. മകളുടെ ഈ താല്പര്യം തിരിച്ചറിഞ്ഞ അച്ഛനും അമ്മയും അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ വയലിൻ പഠനത്തിലേക്ക് അവളെ നയിച്ചു. മൊബൈൽ വഴി വയലിൻ്റെ മ്യൂസിക് കേൾക്കുമായിരുന്നു. അതിലൂടെയാണ് അവൾക്ക് അതിൽ വാസന ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായതിനു ശേഷം നമ്മൾ ഈ ക്ലാസ്സിന് അവളെ 3-4 വർഷമായിട്ട് വയലിൻ പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് പോകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുർജിത് സാർ ഉണ്ടായിരുന്നു, വയലിൻ ഇവിടെ ആദ്യം വയലിൻ്റെ ക്ലാസ് നടത്തിയിരുന്നു. അപ്പം ആ സാറാണ് നമുക്ക് ഇതിനായിട്ട് പോകാനെ കൊണ്ട് മോളുടെ ചില പാട്ടുകൾ കേൾക്കുകയും ചെയ്തു. അതിലൂടെ നമുക്കൊരു പ്രചോദനം തന്നത് സാറാണ്. ഗ്ലബ് സാറാണ് എന്നെ ആദ്യമായിട്ട് വയലിൻ പഠിപ്പിക്കാനും ഒരു ബേസ് തന്നതും എനിക്ക്. ഞങ്ങൾ രണ്ടുപേരും ടുഗെദറായിട്ട് എല്ലാ പാട്ടും വായിക്കാറുണ്ട്. പിന്നെ സുർജിത് സാർ വഴിയാണ് എനിക്ക് ഗ്ലബ് സാറിനെ കാണാനും പറ്റിയത്. എനിക്ക് ഭാവിയിൽ ഒരു നല്ല വയലിനിസ്റ്റും അതുപോലെ തന്നെ എനിക്കൊരു നേവി ഓഫീസർ ആവണമെന്നാണ് എൻ്റെ ഒരു ആംബിഷൻ. മോളിപ്പം പഠിക്കുന്നത് RV സ്കൂൾ പാങ്ങോടാണ് പഠിക്കുന്നത്. ഇപ്പം 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോൾക്ക് ഒരു വയലിനിസ്റ്റ് ആകണം എന്നാണ് അവളുടെ ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ഒരു നേവി ഓഫീസറായിട്ട് മാറണമെന്നും ആഗ്രഹമുണ്ട്. അതിന് എന്നാൽ കഴിയുന്നത് ഞാൻ പ്രചോദനം അവൾക്ക് നൽകും. വയലിൻ വായിക്കുമ്പോൾ നല്ലോണം വായിക്കും അനിയത്തി. അതുപോലെ എൻ്റെ അച്ഛനും അമ്മ നല്ല സപ്പോർട്ടാണ്. ഇപ്പം വെസ്റ്റേൺ വയലിനാണ് പഠിക്കണേ. ഈ 3 വർഷ കാലയളവിൽ ഇഷ്ടംപോലെ അവാർഡ്സും മൊമെൻറ്റോസും മേടിച്ചിട്ടുണ്ട്. എനിക്ക് നിയമസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു അവസരം തന്നതിന് എനിക്ക് നല്ല സന്തോഷമുണ്ട്. തിരുമല സത്യൻ സ്മൃതിയിലും മോള് വയലിൻ വായിച്ചിരുന്നു. അതിനും അവൾക്ക് ഒരു പുരസ്കാരം കിട്ടിയിരുന്നു. അനാമികയുടെ വിരൽ തുമ്പുകൾക്കിന്ന് ഈ വയലിൻ തന്ത്രികളിൽ വിസ്മയം തീർക്കുമ്പോൾ അത് വെറും ഒരു സംഗീതമല്ല,
മറിച്ച് നാളെയുടെ ചക്രവാളങ്ങൾ തേടിയുള്ള ഒരു പെൺമനസ്സിന്റെ പ്രയാണമാണ്. ഒരു വശത്ത് പ്രിയപ്പെട്ട ബാലുവെങ്കിൽ ബാക്കി വെച്ചു പോയ ആ മന്ത്രസംഗീതം ലോകമെങ്ങും എത്തിക്കണമെന്ന തീവ്രമായ ആഗ്രഹം, മറുഭാഗത്ത് മാതൃരാജ്യത്തിന്റെ തിരമാലകളെ കാവൽ നിൽക്കുന്ന ഒരു നേവി ഓഫീസർ ആവണമെന്ന ഗാംഭീര്യമേറിയ മോഹം. വയലിൻ ബെല്ലിന്റെ ഓരോ ചലനത്തിലും പ്രണയവും കരുണയും തുളുമ്പുമ്പോഴും അവളുടെ കൺമുന്നിൽ നീല യൂണിഫോം അണിഞ്ഞ ആ ധീരതയുടെ കലയും കരുത്തും ഒരു സംഗമ ബിന്ദുവിലെന്ന പോലെ ഈ കൊച്ചുമിടുക്കിയിൽ ഒത്തുചേരുന്നു അനാമിക. നിന്റെ സ്വപ്നങ്ങൾ ആഴിപ്പരപ്പുകളോളം ആഴമുള്ളതാകട്ടെ. നിന്റെ സംഗീതം ആകാശത്തോളം ഉയരമുള്ളതാകട്ടെ. തന്ത്രികളിൽ നിന്ന് പടക്കപ്പലുകളിലേക്കുള്ള നിന്റെ ഈ യാത്ര ഒരു ഇതിഹാസമായി മാറട്ടെ.